തിരൂർ സിറ്റി ജംഗ്ഷനിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തായുള്ള ചവിട്ടുപടികളിൽ നിന്ന് വീണ് 62കാരൻ മരണപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കുറ്റിപ്പാല സ്വദേശി ആറ്റുപുറം അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത്. പടികൾക്ക് കൈവരിയില്ലാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പലതവണ ഇത്തരത്തിൽ കാൽനട യാത്രക്കാർക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് അധികൃതരെ അറിയിച്ചിട്ടും വർഷങ്ങളായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കുറ്റിപ്പാല ആറ്റുപുറം അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. 62 വയസ്സായിരുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തായുള്ള സ്റ്റെയർ കേസിൽ നിന്നും ഇറങ്ങി വരുന്നത് വഴി താഴേക്ക് വീഴുകയായിരുന്നു. പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എടുത്തു വരാന്തയിൽ കൊണ്ട് കിടത്തി. തുടർന്ന് ആംബുലൻസിൽ വിവരമറിയിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പലതവണ മറ്റു പല കാൽനട യാത്രക്കാരും ചവിട്ടുപടിയിൽ നിന്ന് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പടികൾക്ക് നല്ല രീതിയിലുള്ള കൈവരി ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടുന്ന് ഒരാൾക്ക് ഈ ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഭാഗത്തേക്ക് ഒരാൾ ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്തു. അപ്പോൾ അതിന് ഒരു കൈവരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ പാലം അതൊരു സ്റ്റെപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ആളുകൾക്ക് താഴോട്ട് ഇറങ്ങുന്ന രൂപത്തിൽ ചെയ്യാം. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നിന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു പ്രായമുള്ള ആളായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് വീണു. ആർക്കും പോയി ഒരു സഹായം ചെയ്യാനോ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പോലും പറ്റില്ല. ജസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ആൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ മേലെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ടേക്കാണ് വീണത്. താഴോട്ട് വീണ് അപ്പം തന്നെ മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മരിച്ചു എന്നുള്ളത് പറഞ്ഞു. മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങളെ തുടർന്ന് പ്രദേശത്തുള്ള തൊഴിലാളികൾ മുനിസിപ്പാലിറ്റിയിൽ വിവരമറിയിച്ചിരുന്നു. എന്നാൽ PWDയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമായതിനാൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കാമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരുന്നില്ല. അധികൃതരുടെ ഈ അനാസ്ഥ കാരണം ഒരു മരണം സംഭവിക്കാൻ ഇടയായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പോൾ കൈവരിൻ്റെ മെയിൻ പ്രശ്നമാണ്. കൈവരി ഇല്ലാത്തതുകൊണ്ടാണ് അയാളെ മരണം. അത് എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റിൻ്റെയും കുഴപ്പമാണ്. മുമ്പ് 3-4 പ്രാവശ്യം ഇതേപോലെ ഉണ്ടായിട്ട് ഞാൻ എടുത്ത് പൊന്തിച്ചിട്ടുണ്ട്. ആൾക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം തന്നെ ആ ഒരു പ്രായമുള്ള സ്ത്രീനെ ഞാൻ ഇവിടുന്ന് വീണേക്കനെ ഞാൻ വണ്ടി ചെന്ന് പൊന്തിച്ചത് തന്നെ പറയാം, മോനെ അജ്ജ് ഉണ്ടായതുകൊണ്ട് എനിക്ക് നീക്കാൻ പറ്റി, എന്നെ പടച്ചോ നന്നാക്കി വിടുള്ളൂ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എത്ര പോരാളാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ അത് വേറെ ഇവിടെ കുട്ടികളൊക്കെ പോണതുമാണ്. ഇനി സ്കൂളുകൾ തുറന്നാൽ വിദ്യാർത്ഥികളും മറ്റു തൊഴിലാളികളും ഈ ചവിട്ടുപടിയിലൂടെ നിരന്തരം യാത്ര ചെയ്യാറുണ്ടെന്നും ഇവർ പറയുന്നു.